സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓൺ ഡിമാൻഡ് എക്സാമിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ എപ്പോഴാണ് ഓപ്പൺ ആവുക, ഓൺ ഡിമാൻഡ് എക്സാം ആയോ, എപ്പോഴാണ് എഴുതാൻ പറ്റുക, അങ്ങനെയൊക്കെ ഈ ഒരു 2024 ഏപ്രിൽ ബാച്ചിൽ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു വിഷയത്തിനോ അല്ലെ 2 വിഷയങ്ങൾക്കൊക്കെ പാസ് ആവാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ എക്സാം എങ്ങനെയെങ്കിലും എഴുതണോ എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ഫെസിലിറ്റി എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിലൂടെ വീണ്ടും എഴുതുക, പാസ്സാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇത് ഓൺ ഡിമാൻഡ് എക്സാമിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയതിന്റെയും അതിന്റെ എക്സാം ഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് ആണ്. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ 16 ജൂലൈ മുതൽ 12 സെപ്റ്റംബർ 2024 വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ടു നോട്ടിഫൈ ദാറ്റ് ദ NIOS ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഫോർ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി കോഴ്സ് വിൽ ബി കണ്ടക്ടഡ് അറ്റ് റീജിയണൽ സെന്റർ ഡൽഹി ആൻഡ് ഐഡന്റിഫൈഡ് കേന്ദ്രീയ വിദ്യാലയാസ് ഫ്രം 16th ജൂലൈ ടു 12th സെപ്റ്റംബർ 2024 എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുക, ഓൺ ഡിമാൻഡ് എക്സാം രജിസ്ട്രേഷൻ പോർട്ടൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആയിട്ടുള്ളത് ഫ്രം 10th ജൂലൈ 2024 എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടല്ലോ അല്ലെ. അപ്പം ഈ ഒരു 10th ജൂലൈ മുതൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയതുകൊണ്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതിൽ തന്നെ നമുക്ക് ഒരു കാര്യമുണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണെന്ന് വെച്ചാൽ അതിതാണ്, ഇതാ കണ്ടോളൂ. The question paper of on-demand exam will provide based on new syllabus only എന്ന് ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളെടുത്ത് മറ്റുള്ളവരും ഇത് എഴുതിയവരും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ സ്റ്റുഡൻസ് കുറെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മിസ്സേ, ഓൺ ഡിമാൻഡ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടഫാണെന്ന് പറയുന്നു, അതിൽ എഴുതുന്നവർ പാസ് ആവില്ലെന്ന് പറയുന്നു, ഇത് ഭയങ്കര ടഫാണോ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് പല സ്റ്റുഡൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സംഭവം ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടഫ് ആവുന്നത് ഇതിന്റെ ഓൺ ഡിമാൻഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എവിടെ നിന്നും ലഭിക്കാറില്ല എന്നുള്ളതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്നും ഓൺ ഡിമാൻഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓൺ ഡിമാൻഡ് എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പോകാറുണ്ടായിരുന്നു. അതായത് TMA ഇൻക്ലൂഡിങ് TMA ചാപ്റ്റേഴ്സ് വരെ പഠിച്ചിട്ടാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിന് പോകാറുണ്ടായിരുന്നത്. കാരണം ഇതിൽ കൃത്യമായിട്ടൊരു സിലബസിനെ പറ്റി പറയാത്തത് കൊണ്ട് സ്റ്റുഡൻസ് അങ്ങനെ ഈ ഒരു എക്സാമിനെ ഭയന്നിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴി മനസ്സിലാവുന്നത് നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമായിരിക്കും എക്സാം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള തെളിവ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പുതിയ സിലബസ്, നമ്മൾ ഏപ്രിൽ ബാച്ചിന്റെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ പുതിയ സിലബസിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ് അല്ലെ. ആ ഒരു ബിഫിക്കേഷൻ സിലബസ് 40% TMA, 60% പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പൊ ആ ഒരു സിലബസ് പ്രകാരമാണ് നിങ്ങൾക്ക് ഈ ഓൺ ഡിമാൻഡ് എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ച സിലബസ് തന്നെ, പഠിച്ച അതേ ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതി പാസ് ആവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇതില് മറ്റൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ ഡേറ്റുകളാണ്. ഓരോ സബ്ജക്ട് വൈസ് ഡേറ്റുകൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ +2ന്റെ ഈ ഒരു കോളത്തിലായിട്ട് കൊടുത്തിരിക്കുന്നു, 10th ഈ ഒരു കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് സബ്ജക്റ്റുകൾ. പിന്നെ അത് കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഓൺ വിച്ച് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡേറ്റുകൾ. അപ്പൊ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ +2ന്റെ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്സ്, ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയുമാണ് സബ്ജക്റ്റുകൾ. അതുപോലെ തന്നെ 10th ആണ് വരുന്നതെങ്കിൽ ഹിന്ദി, മാത്സ്, പെയിന്റിങ്, സാൻസ്ക്രിറ്റ്, ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി, 23-ാം തീയതി, 30-ാം തീയതി ജൂലൈയിൽ. അതുപോലെ ഓഗസ്റ്റില് 6-ാം തീയതി, 13-ാം തീയതി, 20-ാം തീയതി, 27-ാം തീയതി. പിന്നെ സെപ്റ്റംബറിൽ വരുന്നത് 3-ാം തീയതി, 10-ാം തീയതി. ഇത്രയും തീയതികളിലാണ് ഈ സബ്ജക്റ്റുകളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അടുത്ത സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് +2 ആണ്. സാൻസ്ക്രിറ്റ്, മാത്സ്, ഹിസ്റ്ററി, ബയോളജി, ജോഗ്രഫി, സൈക്കോളജി, പെയിന്റിങ്, എൻവയോൺമെന്റൽ സയൻസ്, ഡാറ്റ എൻട്രി 336 കോഡുള്ള ഡാറ്റ എൻട്രി. ഇത് പിന്നെ 10th ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡാറ്റ എൻട്രി, ഓപ്പറേഷൻ 225 കോഡുള്ളതാണ്. അപ്പം ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 24, 31 തീയതികളിലായിട്ടാണ്. പിന്നെ ഓഗസ്റ്റിലെ 7-ാം തീയതി, 14-ാം തീയതി, 21-ാം തീയതി, 28-ാം തീയതി, സെപ്റ്റംബറിലെ 4-ാം തീയതി, 11-ാം തീയതി, ഇത്രയും തീയതികളിലാണ് ഇത്രയും സബ്ജക്റ്റിന്റെ എക്സാംസ് നടക്കുന്നത്. അതുപോലെ ഇനി ബാക്കി സബ്ജക്റ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ +2 കെമിസ്ട്രി, അക്കൗണ്ടൻസി, ഹിന്ദി, ഹോം സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ലോ, ലൈബ്രറി, ഇൻഫർമേഷൻ സയൻസ്, ഇത്രയും +2 സബ്ജക്റ്റുകളും 10th സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഹോം സയൻസ്, സൈക്കോളജി, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, അക്കൗണ്ടൻസി, ഭാരതീയ ദർശൻ, സംസ്കൃത് സാഹിത്യ, ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈയിൽ 18-ാം തീയതി, 25-ാം തീയതി, ഓഗസ്റ്റിൽ 1-ാം തീയതി, 8-ാം തീയതി, 22-ാം തീയതി, 29-ാം തീയതി, സെപ്റ്റംബറിൽ 5-ാം തീയതി, 12-ാം തീയതി, ഇത്രയും തീയതികളിലായിട്ടാണ് ഇത്രയും സബ്ജക്റ്റിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ളത് തന്നെയാണ് അല്ലെ? അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ച ആ ഒരു സബ്ജക്റ്റുകൾ, പഠിച്ച ചാപ്റ്റേഴ്സുകൾ തന്നെ വീണ്ടും നല്ല രീതിയിൽ പഠിക്കുക. മറ്റുള്ളവർ ഓൺ ഡിമാൻഡ് എക്സാമിനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്നും പേടിക്കാതെ നിങ്ങൾ പഠിച്ച വിഷയങ്ങളിൽ തന്നെ എന്തെങ്കിലും പഠിച്ചതിൽ വന്നിട്ടുള്ള ഒരു ഫോൾട്ട് കൊണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ എന്തായാലും പാസ്സാവും. അപ്പൊ നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ കാണാം. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള NIOSന്റെ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിലും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്